ഹായ് ഹലോ വീണാസ് സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നല്ല മഴയൊക്കെയാണ്. ഇടയ്ക്കൊരു മഴയുണ്ടാവും, പിന്നെ കുറച്ച് നേരം വെയിലായിരിക്കും. പക്ഷേ പെയ്യുന്ന മഴ നല്ല സ്ട്രോങ് ആയിട്ട് നല്ലപോലെ പെയ്യുന്നുണ്ട്. അപ്പം വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ വിശേഷമാണ്. എന്താണെന്നല്ലേ, അപ്പം ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോന് ഒരു 2 ദിവസം ബാലവാടി പോയിട്ടുണ്ടെങ്കിൽ 3-ാം ദിവസം പനിയായിരിക്കും, പിന്നെ അവിടെ ഒരാഴ്ചത്തേക്ക് നോക്കണ്ട, മിക്കവാറും ദിവസങ്ങളിൽ അവൻ പോകാറില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ സ്കൂളിൽ പോയി 3-4 ദിവസം പോയി, കുഴപ്പമില്ലാതെ പോയി. ഇന്നലെ എൻ്റെ ടീച്ചർ ഒരു 3:30-3:45 ടീച്ചർ ഫോൺ വിളിച്ചായിരുന്നു. അതുപോലെ മോന് നല്ല പനിയുണ്ട്, കൂട്ടാൻ വരണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് റെഡിയായി പോകുമ്പോഴേക്കും സ്കൂളിൽ വിടേണ്ട സമയം, വണ്ടി വരേണ്ട സമയമൊക്കെ ഏകദേശം ആവും, 4:30 അപ്പം എന്താക്കി, വണ്ടിയിൽ ഡ്രൈവർ പറഞ്ഞു ഞാൻ വരുമ്പോൾ കൂട്ടാന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവരെ കൂടെ തന്നെ അങ്ങോട്ടേക്ക് വന്നു. അവൻ വരുമ്പോഴേക്കും റെഡി ആയിരുന്നു. പിന്നെ അനേട്ടൻ പണിയും കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ മരുന്നിന് പോയായിരുന്നു കേട്ടോ. മരുന്നിന് പോയി, നല്ല അവിടെ കളിയില്ല, പട്ടിക്കുട്ടി ഉണ്ട് അവിടെ. അപ്പം മരുന്നിന് പോയി, പനി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ട് 103 ഡിഗ്രിയാണ് പനി കേട്ടോ. അപ്പം കുറച്ച് നേരം പിന്നെ നനച്ച് നല്ലോണം തുടച്ചു. പിന്നെ ഒരു ഗുളിക വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗുളിക വെച്ചു. മിക്കവാറും പനി വന്നിട്ടുണ്ടെങ്കിൽ ആ ഗുളിക വെച്ചാലേ, മോശം പോകുന്ന സ്ഥലത്ത് ഗുളിക വെച്ചാലേ ഇവന് കുറച്ചെങ്കിലും ഒരു പനി ആശ്വാസം കിട്ടുള്ളൂ. അങ്ങനെ നനച്ച് തുടച്ച് ഒരു 1-2 മണിക്കൂർ ഹോസ്പിറ്റലിൽ തന്നെ അവിടെ ഇരുന്നു. നല്ലപോലെ നനച്ച് തുടച്ച് അങ്ങനെ പനി കുറഞ്ഞു, ഒരുവിധം കുറഞ്ഞു. ക്ലിയർ ആയിട്ട് കുറഞ്ഞിട്ടില്ലെങ്കിലും എന്നാലും 103 ഡിഗ്രി എന്നുള്ള കാര്യം ഒരു ഇത്തിരി മാറ്റം ഉണ്ടായി. അങ്ങനെ മരുന്ന് വാങ്ങിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം 9 മണിയായി. ഇവിടെ നിന്നൊരു 5:30-5:45 പോയതാണ് കേട്ടോ. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും 9 മണിയായി. അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഫുഡൊന്നും അവൻ കഴിച്ചിട്ടുണ്ടായില്ല. അവിടെ തന്നെ ചായ കുടിച്ചായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന് മരുന്ന് കഴിച്ച് കിടന്നു. രാത്രി ഒരു 1:45-2 മണിയാകുമ്പോൾ നല്ല പനി ഉണ്ടായിരുന്നു. അപ്പം നോക്കുമ്പോൾ ഉറക്കത്തിൽ പിച്ചും പിടിയൊക്കെ പറയുണ്ടായിരുന്നു. അപ്പം അതിൽ കൊതുകെല്ലാം കുത്തിയിട്ടൊക്കെ പിച്ചും പിഴി പറയുണ്ടായിരുന്നു. പിന്നെ മരുന്ന് കൊടുത്ത് കിടത്തി. രാവിലെ കുഴപ്പമുണ്ട്, പനി ആയിട്ടില്ല, ചെന്നാലും നല്ല തൊണ്ടവേദനയുണ്ട്. അവന് തൊണ്ടയിൽ നല്ല പഴുപ്പായിപ്പോയി, നല്ല ചുമയുണ്ടായിരുന്നു 2 ദിവസം മുന്നേ വരെ. അപ്പം ചുമ നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായില്ല. നമുക്ക് ഇവന് മരുന്ന് നമ്മൾ കൊടുക്കുന്ന സ്ഥിരം മരുന്നുണ്ടായി, അത് കൊടുത്തു. നല്ല പഴുപ്പുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അവൻ മടിയിരുന്നപ്പോൾ കുഞ്ഞുട്ടിന് സഹിക്കുന്നില്ല കേട്ടോ. അവനെ ഇറക്കി വിട്ടു. അവനെ എടുത്തിരുന്നപ്പോൾ കുഞ്ഞുട്ടിന് നല്ല അങ്ങോട്ട് പറഞ്ഞ കുട്ടി അവിടെ കുഞ്ഞുട്ടിലെ കരയും. അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തു. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന, പിന്നെ തുപ്പൽ വിഴുകാൻ പറ്റുന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അവന് ഒരു 2 ദിവസം സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 3-ാം ദിവസം എന്തായാലും അവന് പനി വരും. സ്കൂളിൽ മാത്രമല്ല, ബാലവാടി പോകുമ്പോഴും തന്നെയല്ല അവസ്ഥ. 2 ദിവസം തുടച്ചേ പോയി കഴിയുമ്പോൾ 3-ാം ദിവസം പനി വരും. പനി വന്നിട്ടുണ്ടെങ്കിൽ കാലും കൈ വേദന, മുട്ടുകാരും അല്ല. ഇവന് ഇപ്പോൾ ഇടയ്ക്ക് ന്യൂമോണിയ വന്നിട്ടുണ്ടായിരുന്നു ഒരു 1-2 കൊല്ലം മുന്നേ. അപ്പം പിന്നെ അത് വന്ന ശേഷം മുതലേ അവന് എപ്പോഴും മുട്ടുകാല് വേദനയായിരിക്കും. കുറച്ച് നേരം ഓടി കളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കൂടുതലും പറയും മുട്ടുകാല് വേദന പറയും. അപ്പോൾ പനി വന്നപ്പോഴും ഇന്നലെയും പറയേണ്ടായിരുന്നു മുട്ടുകാല് വേദന, രാത്രി കുഴമ്പൊക്കെ തേച്ചു. അങ്ങനെയൊക്കെയാണ് ഇവൻ്റെ കാര്യങ്ങൾ. അപ്പോൾ 2 ദിവസം തുടച്ച് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ 3-ാം ദിവസം എന്തായാലും പനി വരും. നമുക്ക് അറിയാലോ, ബാലവാടി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പം ബാലവാടി പോയിട്ടുണ്ടെങ്കിൽ 3-ാം ദിവസം എന്തായാലും പനി വരും, പിന്നീട് നടക്കില്ല. അപ്പം ഇതൊക്കെയാണ് ഏതോടെ വിശേഷം, ഇപ്പോഴത്തെ കരളിലുള്ള വിശേഷങ്ങൾ. അപ്പം കുഞ്ഞുട്ടി ചുമക്കുന്നുമുണ്ട്. കുഞ്ഞുട്ടി ചുമ, രണ്ടാൾക്കും ചുമ ഒരാഴ്ചയായിട്ടുണ്ട്. ആർക്കും മരുന്ന് കൊടുക്കണ്ടായിരുന്നു, ചുമക്കുള്ള മരുന്ന് കൊടുക്കണ്ടായിരുന്നു. അപ്പം പിന്നെ ചുമ ക്ലിയർ ആയിട്ടില്ല, ചെറിയൊരു മാറ്റമുള്ള പോലെയുണ്ട്. പക്ഷെ എന്തായാലും നല്ല ചുമ ഇപ്പോൾ കുഞ്ഞുട്ടി പിന്നെയും കൂടുതലായിട്ടുണ്ട്. മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്, കൊടുക്കണം. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴുള്ള വിശേഷങ്ങൾ. എന്താ പറയുക, അപ്പം ഈ സമയത്ത് നല്ല തിളച്ച വെള്ളം, എന്ന് വെച്ചാൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, പിള്ളേരെ നല്ലോണം നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം എന്താ പറയുക, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, മക്കളെ ശ്രദ്ധിക്കുക. സ്കൂളിപ്പം ഇന്നും നാളെ ഞാൻ ശനിയാഴ്ച ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഉണ്ടാവില്ല, ഇനി തിങ്കളാഴ്ച മുതലേ വിടുകയുള്ളൂ. ഇതാണ് നല്ല ക്ഷീണമുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. കുഞ്ഞുട്ടിനെ എടുത്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്നെ സമ്മതിക്കൂല. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പം ബൈ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.